മേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. നല്ലൊരു ചായ കുടിച്ചേറ്റ എന്തൊരു ഫ്രഷ്നെസ് അല്ലേ. അപ്പം അതൊക്കെ ചായ കിട്ടുന്ന നല്ലൊരു തേയിലത്തോട്ടാണ് ഇത് വേറെ എങ്ങുമല്ല, വാഗമണ്ണിലാണേ. ഇവളാണ് മിടുമിടുക്കി. അപ്പോൾ ഈ പച്ചപ്പൊക്കെ കണ്ടുള്ള ഈ യാത്ര എങ്ങോട്ടാന്നല്ലേ? വാഗമണ്ണിലേക്കാണ് കേട്ടോ. പ്രോപ്പർ സ്ഥലം പറഞ്ഞാൽ ഏലപ്പാറ. അങ്ങനെ ഫൈനലി ഞങ്ങൾ വിൽമോണ്ട് റിസോർട്ടിലേക്ക് എത്തി. ഏലപ്പാറയിലുള്ള ആദ്യമേ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന് ഞങ്ങൾ സ്വീകരിച്ചു. എന്നാൽ നമുക്ക് കണ്ടാലോ? ആഹാ, അടിപൊളി. അകത്തേക്ക് കയറി നല്ല വിശാലമായ ഷോറൂം ആട്ടോ. പിന്നെ മറ്റേ സൈഡിൽ കർട്ടനങ്ങ് മാറ്റിയ നല്ല നാച്ചുറൽ ലൈറ്റ്സ് തന്നെയാണ്. അതിൻ്റെ കൂടെ നല്ല സൂപ്പർ ക്ലീൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്. പിന്നെ പിള്ളേർക്ക് അട്രാക്ഷൻ ആയിട്ട് നല്ലൊരു അടിപൊളി ബങ്ക് ബെഡും ഉണ്ട് കേട്ടോ. മുകളിൽ 2 പിള്ളേർക്കൊക്കെ നല്ല സുഖമായിട്ട് കിടക്കാവുന്നൊരു ബങ്ക് ബെഡ്. പിന്നെ താഴെ 2 അഡൾട്ട്സിന് ചിലപ്പോൾ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടെങ്കിൽ ആ കുഞ്ഞു കുട്ടിക്കും കിടക്കാൻ പറ്റിയൊരു നല്ലൊരു കിങ് മാട്രസ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ വ്യൂ ഒട്ടും മോശമാകത്തില്ലല്ലോ. ഏലപ്പാറയുടെ നല്ല ഹൈറ്റിനുള്ള വ്യൂ ആണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ നല്ലൊരു ചിൽ വെതർ. പിന്നെ ഞങ്ങൾ പൂൾ കാണാൻ പോയി കേട്ടോ. ഇവരുടെ ഇൻഫിനിറ്റി പൂൾ, അത് അവരുടെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആണ്. അവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ മേഘമൊക്കെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്ന പോലെ. അപ്പോൾ ആ സമയത്തേക്ക് ഞങ്ങളുടെ ചായയും കടിയൊക്കെ വന്നു. ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് ചെറിയൊരു മഴയും തുടങ്ങി. പിന്നെയും അതുകൊണ്ട് ഞങ്ങൾ റിലാക്സ് ചെയ്ത് കുറച്ച് ചില്ല് ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ വൈഫൈ സർവീസ്. നല്ല അടിപൊളി വൈഫൈ സർവീസാണ്. പിന്നെ റൂം സർവീസ് നമ്മൾ ഡിന്നറിന് നമ്മളിന്ന് ഫുഡ് എന്താ വേണ്ടത് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്താലേ സാധനം കിട്ടത്തുള്ളൂ കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇവർ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ കടയിൽ പോയി ഇവർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇവരുണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്ന പോലെ ഓൺ ദ സ്പോട്ട് സാധനം പറഞ്ഞ് കിട്ടത്തില്ല. അങ്ങനെ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഹൈക്കിന് പോയി. തീരെ ചെറുതൊന്നുമല്ല, ഒരു 5 കിലോമീറ്റർ ഹൈക്കിന്. അപ്പം ആ മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. പറയാതിരിക്കാൻ മേല അമേസിങ് വ്യൂ കേട്ടോ. ഏലപ്പാറ കുരിശുമല എന്നാണ് ഈ ഹൈക്കിനെ തന്നെ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ കൂടെ ഗൈഡും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ന്യൂലി മാരീഡ് കപ്പിൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരുടെ കൂടി ഈ ഹൈക്ക് സക്സസ്ഫുള്ളി മേക്ക് ചെയ്തു. തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ഇഡ്ഡലിയും സാമ്പാറും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, വിട്ടു പോന്നു. ആ കാണുന്ന മലയുടെ മുകളിലാട്ടോ ഞങ്ങൾ കയറിയത്. എന്തായാലും താങ്ക്സ് ടു വിൽമോണ്ട് റിസോർട്ട്, ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു.